വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്കേറെ പ്രിയങ്കരനാണ് സുരേഷ് ഗോപി. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. നടൻ എന്നതിനേക്കാൾ ഉപരി തികഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് താരം. ഇപ്പോൾ തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയിരിക്കുകയാണ് അദ്ദേഹം. തൃശൂരിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ചത്. എന്നാൽ കുടുംബസമേതം തിരുവനന്തപുരത്ത് താമസിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് തൃശൂർ വോട്ടിടുന്നതെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. കുടുംബമായി അതിരാവിലെ തന്നെയാണ് അദ്ദേഹം വോട്ടിടാൻ എത്തിയത്. മകൾ ഭാഗ്യ, ഗോകുൽ, മാധവ്, അമ്മ, ഭാര്യ രാധിക എല്ലാവരും ഇവിടെ വോട്ടിടാൻ എത്തിയിരുന്നു. ഇതിനുശേഷം ഇവരുടെ വാർത്തകൾ തന്നെയാണ് എങ്ങും ചർച്ചാ വിഷയം. എങ്ങനെയാണ് കുടുംബസമേതം തൃശൂരിലേക്ക് എത്തിയതെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. ഇതിന് സുരേഷ് ഗോപി തന്നെ മറുപടി പറയുകയും ചെയ്തു. ഞാൻ തൃശൂരിൽ വാടക വീട് എടുത്തിട്ടുണ്ട്. അതിന്റെ മേൽവിലാസത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തൃശൂരിലാണ് താമസം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കൊല്ലം സ്വദേശിയാണ് സുരേഷ് ഗോപി. പിന്നീട് തിരുവനന്തപുരത്ത് വാടക വീടെടുത്ത് താമസിച്ചപ്പോഴും അവിടെയാണ് വോട്ട് ചെയ്യാൻ എത്തിയത്. ഇപ്പോൾ തൃശൂരിൽ താമസിക്കുന്നതിനാൽ തൃശൂരിലേക്കാണ് വോട്ടിടാൻ ഇവർ എത്തിയത്. മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതും തൃശൂരിൽ തന്നെയാണ്. നേരത്തെ തൃശൂരിൽ മത്സരിച്ചതിനാൽ ഇവിടെ ഒരു വാടക വീടുണ്ട്. ആ വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. കുടുംബസമേതം എല്ലാവരും എത്തിയപ്പോഴും പ്രേക്ഷകർ തിരഞ്ഞത് ഇളയ മകൾ ഭാവനിയെയാണ്. ജോലി തിരക്കുകളും മറ്റുമായി താരപുത്രി സ്ഥലത്തില്ലെന്നാണ് വിവരം. എന്നാൽ അച്ഛന് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ടെന്നും സുരേഷ് ഗോപി തന്നെ പറയുന്നു. എന്നാൽ ഈ വിവരം പുറത്തെത്തിയതോടെ ഇലക്ഷന് വേണ്ടി മാത്രമാകില്ല, എന്തെങ്കിലും മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുമെന്നാണ് പലരും പറയുന്നത്. ഒന്നും കാണാതെ സുരേഷ് ഗോപി ഇത്തരത്തിലൊരു കാര്യം ചെയ്യില്ലെന്നാണ് ഭൂരിപക്ഷം അഭിപ്രായം. തൃശൂർ എടുത്താൽ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തികഞ്ഞ വിജയ പ്രതീക്ഷയുണ്ട്. ജനങ്ങൾ ഇത്തവണ അനുഗ്രഹിക്കും. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പം കിടപിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 1.5 മാസത്തെ പ്രചാരണത്തിനിടയിൽ ജനങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പിടിക്കേണ്ട കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും മാത്രമാണ് ചർച്ചയാക്കിയത്. ഒരു കുത്തിത്തിരിപ്പുകൾക്കും താൻ നിന്നിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇഷ്ടപ്പെട്ട ചില സിനിമകൾ ചെയ്യാനുണ്ടെന്നും അതിനാൽ 2 വർഷത്തേക്ക് തനിക്ക് ഒരു ഒഴിവ് തരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും എന്നാൽ പാർട്ടി പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്വവും ഏറ്റെടുക്കുമെന്നും കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് വരെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരാകാൻ പരിഗണിക്കുന്നതിൽ അവസാനത്തെ ആളായാൽ മതി. എന്നാൽ പ്രധാനപ്പെട്ട 5 വകുപ്പുകളുടെ മന്ത്രിമാർ കേരളത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാകണമെന്ന് താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രാജ്യസഭ MP ആയിരിക്കെ ചെയ്ത കാര്യങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് ലഭിക്കും. സേവനം ചെയ്യാൻ മന്ത്രിയാകണമെന്നില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു.